അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സുഖമാണെന്ന് കരുതുന്നു. മക്കൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് വിശ്വാസത്തിലെ രണ്ടാമത്തെ പാഠമാണ്. നമ്മൾ ഒന്നാമത്തെ പാഠം പഠിച്ചു, ഷുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകളെ പറ്റി നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് ഇസ്ലാം ദുർബലപ്പെടുന്ന ചില കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മക്കളെ, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നും ഉള്ള വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. ഒരു മുസ്ലിം ആകുന്നത് ആ കാണുന്ന കലിമ ചൊല്ലിക്കൊണ്ടാണ്. അവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇങ്ങനെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ചിലപ്പോൾ ചില പ്രവർത്തനങ്ങളാൽ, ചില വിശ്വാസങ്ങളാൽ, ചില തോന്നലുകളാൽ എന്താവും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അഥവാ അവൻ്റെ ദീനിൽ നിന്ന് അവൻ പുറത്തു പോകും, ഇസ്ലാം മുറിഞ്ഞു പോകും. അപ്പൊ ഇസ്ലാം മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ട്. ഒരു മുസ്ലിം ആ കാര്യങ്ങൾ ചെയ്താൽ ഓനെ അമുസ്ലിമാകും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമല്ലാത്ത, അല്ലെ, അള്ളാഹു ഒരിക്കലും പുറത്തു തരാത്ത ഒരു പാപമായിട്ടാണ് ദീന് പറയുന്നത്. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത്. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവന് മാത്രം നൽകേണ്ട ചില കാര്യങ്ങളുണ്ട്. ആരാധന, അല്ലെ, നേർച്ച, വഴിപാടുകൾ, അതുപോലെ തന്നെ അറവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിന് പുറമെ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടയിൽ ചില ആളുകളെ കൊണ്ടുവന്ന് ഇവര് അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കും എന്നൊക്കെ പറയുന്ന രീതി, അല്ലെ, ചില ശേഖന്മാർ, അവരോട് പ്രാർത്ഥിച്ചാൽ മതി, അവരല്ലാഹിനോട് പറയും. ഇതൊക്കെ എന്താണ്? ഷിർക്കാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു മുസ്ലിമിന്റെ യഥാർത്ഥ വിശ്വാസം അവന്റെ കണ്ടനാടിയേക്കാൾ അള്ളാഹു നമ്മെ അറിയുന്നുണ്ട്, നമ്മുടെ അടുത്താണ് അള്ളാഹു ഉള്ളത്, അല്ലെ. അപ്പോ എന്താക്കണം? അള്ളാഹുവിനോട് ഡയറക്റ്റായി, മധ്യയിൽ ആരുമില്ലാതെ, മധ്യസ്ഥനായി ആരെയും കൊണ്ടുവരാതെ അള്ളാഹുവോട് ഡയറക്റ്റായി നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് ഇസ്ലാമിന്റെ രീതി. അപ്പൊ അതിനെ ഭംഗം വരുത്തുന്ന എന്തെങ്കിലും ഒരു പ്രക്രിയ ചെയ്താൽ, വിശ്വാസത്തിലോ കാര്യങ്ങളിലോ എന്തെങ്കിലും ചെയ്താൽ അവൻ എന്തായി? ഷിർക്ക് ചെയ്തു. അപ്പൊ ഒന്നാമത്തതായി എണ്ണുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ പറ്റിയിട്ട് ഇവിടെ ഒരു ആയത്തുണ്ട്. മക്കളെ, ഒരുപാട് ആയത്തുകളുണ്ട്. ശേഷം ഈ പാഠത്തിൽ ഒരുപാട് ആയത്തുകളുണ്ട്. എല്ലാ ആയത്തുകളും എടുത്തു വെച്ച് പറഞ്ഞാല് നമുക്ക് എന്താക്കാൻ കഴിയില്ല, പാഠം ചെറിയ രൂപത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ എന്താക്കണം? പാഠഭാഗങ്ങൾ വായിക്കുമ്പോൾ അത് പറയലുണ്ട്, നിർബന്ധമായും പാഠഭാഗങ്ങൾ വായിക്കണം. ഒരാൾക്ക് ഇളവില്ല ആ കാര്യത്തില്, നിർബന്ധമായി വായിക്കണം. അപ്പൊ ആയത്തും അതിന്റെ അർത്ഥവും വായിക്കണം. ഇൻഷാ അല്ലാഹ് ഉസ്താദ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എന്താകും, ആ അർത്ഥവും ആയത്തും അതിന്റെ പാഠത്തിന്റെ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് പറഞ്ഞു തരും. ഒന്നാമത്തെ ആയത്ത് നോക്ക് നിങ്ങൾ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലെ, എന്താണ് അള്ളാഹു ഇവിടെ പറയുന്നത്? വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറ ഇസ്മൻ അലീമ. അല്ലെ, അള്ളാഹു ഒരിക്കലും പുറത്തു തരാത്ത പാപമായിട്ടാണ് ഷിർക്കിനെ ഇവിടെ പറയുന്നത്. അങ്ങനെ ആരെങ്കിലും ചെയ്താലോ അവന് ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത് എന്നും അള്ളാഹു പറയുന്നു. അപ്പൊ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഷിർക്ക് വരാൻ പാടില്ല. ഷിർക്ക് വന്നാൽ ഇസ്ലാമിൽ നിന്നും പുറത്താകും, നമ്മൾ അമുസ്ലിമാകും. അപ്പൊ ഷിർക്കിനെ തൊട്ട് നമ്മൾ എപ്പോഴും ജാഗ്രതനായി നിൽക്കണം. അഥവാ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സഹായതേട്ടം, ശരണം തേടൽ, നേർച്ച, വഴിപാട്, അറവ്, ഇങ്ങനെയുള്ളതൊക്കെ ആർക്കേ പറ്റുള്ളൂ മക്കളെ? അള്ളാഹുവിന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അത് എപ്പോൾ ഓർത്തിട്ട് വെക്കണം ഇൻഷാ അല്ലാഹ്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, രണ്ടാമത്തതാണ് ഇനി പറയാൻ പോകുന്നത്. മക്കളെ, രണ്ടാമത്തെ പോയിന്റില് പറയുന്നത് എന്താണ്? ആരെങ്കിലും അള്ളാഹുവിനും അവനുമിടയിൽ, അല്ലെ, പ്രാർത്ഥനക്കിടയിൽ വല്ലവനെയും കൊണ്ടുവന്ന് അവൻ തവസ്സുലാക്കിക്കൊണ്ട്, അഥവാ എൻ്റെ പ്രാർത്ഥന ഇന്ന ആളോട് ഞാൻ പ്രാർത്ഥിച്ചാൽ മതി, ഇന്ന ഷെയ്ഖിനോട് ഞാൻ പ്രാർത്ഥിച്ചാൽ മതി, ഇന്ന മക്ബറയിൽ പോയിട്ട് ഇന്ന ഷെയ്ഖിനോട് പ്രാർത്ഥിച്ച, ഇന്ന ഉസ്താദിനോട് പ്രാർത്ഥിച്ച, ഇന്ന വലിയനോട് പ്രാർത്ഥിച്ച
ആ വലി അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ആളാണ്, ഒരുപാട് അമലുകൾ ചെയ്ത ആളാണ്. അപ്പോൾ ആ വലി എന്താക്കും? അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയും എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ഷിർക്കാണ് എന്ന്. അതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എടുത്തു പറയുന്നത്. അപ്പൊ എന്താണ്? നമ്മുടെ പ്രാർത്ഥനക്കിടയിൽ നമ്മുടെയും അള്ളാഹുവിന്റെ ഇടയിൽ ആരെ കൊണ്ടുവരാം? ഒരു മീഡിയേറ്ററെ കൊണ്ടുവരാം. മൂന്നാമതായി ഒരാളെ കൊണ്ടുവരുന്നത് എന്താണ്? അള്ളാഹു വിലക്കുന്നുണ്ട്. പ്രാർത്ഥന നേർക്ക് നേരെയാകണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മക്കളെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാമത്തെ പോയിന്റ് ആണ്. എന്താണത്? ആരെങ്കിലും ബഹുദൈവ ആരാധകരെ അഥവാ അവിശ്വാസികളെ, ഇസ്ലാമിലല്ലാത്ത ആളുകളെ അവരുടെ വിശ്വാസങ്ങളെ ശരിവെക്കുകയോ ഇസ്ലാമിനെ പോലെ തന്നെ അതും ശരിയാണ് എന്ന് വിചാരിക്കുകയോ ചെയ്താൽ അവൻ എന്താവും? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അഥവാ ആരെങ്കിലും ബഹുദൈവാരാധകർ അവിശ്വാസികളാണെന്നതിനെ നിഷേധിക്കുകയും അവരുടെ വിശ്വാസത്തിൽ സംശയം പ്രകടിപ്പിക്കുകയും അവരുടെ നിലപാടിനെ ശരിയായി അംഗീകരിക്കുകയും ചെയ്താൽ അവൻ അവിശ്വാസിയായി എന്ന് പണ്ഡിതന്മാർ ഏക അഭിപ്രായം പറയുന്നുണ്ട്. അഥവാ മക്കളെ, ഇപ്പൊ ഒരുപാട് മതങ്ങളുണ്ട്. ഏറ്റവും സ്വീകാര്യമായ അള്ളാഹുവിന്റെ മതം, ബാക്കിയൊക്കെ ബാത്തിലാണ്, സ്വീകാര്യമല്ലാത്ത മതമാണ്. സ്വീകരിക്കുന്ന മതം അള്ളാഹുവിന്റെ മതമായ ഇസ്ലാമാണ്. അപ്പോ ഇസ്ലാമിന് മുമ്പ് ചില പ്രവാചകന്മാരെ വിശ്വസിച്ച ഇസ്ലാമിന്റെ പ്രവാചകന്മാർ, നബിമാർ, അവരിൽ വിശ്വസിച്ച് അവരെ ദൈവമാക്കി അള്ളാഹുവാക്കി ഉയർത്തിയ ചില മതങ്ങളുണ്ട്. ഇപ്പൊ യഹൂദന്മാർ അല്ലെ, അതുപോലെ തന്നെ ജൂതന്മാരെ പോലെ തന്നെ ക്രിസ്ത്യാനികൾ അല്ലെ, പ്രവാചകനായി അള്ളാഹു അയച്ചു കൊടുത്ത അല്ലെങ്കിൽ ആ നാട്ടില് നന്മ നിർദ്ദേശിച്ച ആളുകളെ അവരെന്താക്കി? അവരിലാഹാക്കി, എന്റെ റബ്ബാണ് എന്ന് അവര് ആക്കി. അപ്പോൾ അങ്ങനെയുള്ള അവരെ അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അപ്പൊ ഒരു മുസ്ലിമിന് തോന്നുകയാണ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ, അപ്പൊ ക്രിസ്ത്യാനികൾ പറയുന്നത് ശരിയാണോ? ക്രിസ്ത്യൻ മതം ശരിയാണോ? ഇസ്ലാം പറയുന്നത് ശരിയാണോ? ക്രിസ്ത്യാനികൾ പറയുന്നത് ശരിയാണോ? അങ്ങനെ സംശയം തോന്നുക, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ നമ്മൾ ശരിവെക്കുക. അവര് പറയുന്നത് ശരിയാണ്, നമ്മൾ പറയുന്നത് ശരിയാണ്, ലോകത്തെ എല്ലാ മതങ്ങളും ശരിയാണ് എന്ന് ശരിവെക്കുക ഒക്കെ എന്താണ്? ഒരു മുസ്ലിം അമുസ്ലിം ആകാനുള്ള കാരണമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ഇസ്ലാമാണ് സ്വീകാര്യമായ മതം, ബാക്കിയൊക്കെ ബാത്തിലാണ്. ഒരു മതവും അംഗീകരിക്കാത്ത, അള്ളാഹുവിൽ നിന്ന് സ്വീകരിക്കാത്ത, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ദീൻ ഏതാണ്? അത് ഇസ്ലാം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മക്കളെ, അടുത്തത് നാലാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്, നബിയുടെ ചര്യയേക്കാൾ മറ്റുള്ളവരുടെ ചര്യ പൂർണ്ണമാണെന്നും അവിടുത്തെ വിധി പ്രഖ്യാപനത്തെക്കാൾ മറ്റുള്ളവരുടെ വിധി പ്രഖ്യാപനമാണ് നല്ലത് എന്നും ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ അവിശ്വാസിയായി. നാലാമത്തെ പോയിന്റായി പറയുന്ന, അഥവാ നബിയുടെ ചര്യയേക്കാൾ നല്ല ചര്യ, നബി പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെക്കാൾ നല്ല കാര്യങ്ങൾ ഉണ്ട്. ഉദാഹരണത്തിന് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ഇപ്പൊ ഒരാൾ വിശ്വസിക്കുകയാണ് ശ്രീബുദ്ധൻ അല്ലെ, ഭയങ്കര സമാധാനമായിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ്. ആ സമാധാനത്തിന്റെ ആളുകൾ തന്നെയാണ് മ്യാൻമാറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും മുസ്ലിങ്ങളെ നശിപ്പിക്കുന്നതും കൊന്നുകളയുന്നതും ഒക്കെ. അവര് ശ്രീബുദ്ധന്റെ മാർഗം എന്താണ്? ശരിയായ മാർഗമാണ് എന്നൊരാൾ വിശ്വസിക്കുക. നബിയേക്കാൾ, ആ നബി പറഞ്ഞതിനേക്കാളൊക്കെ നല്ല രീതിയിലാണ് ശ്രീബുദ്ധൻ നമ്മളോട് പറയുന്നത് എന്നൊരാൾക്ക് തോന്നുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വാമിമാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഔലിയമാരോ അല്ലെങ്കിൽ വേറെ തങ്ങന്മാരോ ഉസ്താദുമാരോ പറയുന്നതായിട്ട് തോന്നിയാൽ എന്താകും? അവനും ദീനിൽ നിന്ന് പുറത്തു പോകും. അള്ളാഹുവിന്റെ ദീനിന്റെ അഥവാ മതത്തിന്റെ ടീച്ചറായിട്ടാണ് അള്ളാഹു നബി അയച്ചത്. നമുക്ക് എല്ലാ കാര്യവും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒന്നും പഠിപ്പിച്ചു തരാതിരുന്നിട്ടില്ല. അപ്പോ അള്ളാഹുവിങ്കൽ നന്മയായ എല്ലാ കാര്യവും അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത തിന്മയായ എല്ലാ കാര്യവും നബി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സ്വീകാര്യമായത് നബിയുടെ ചര്യയാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം, അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. മക്കളെ, അഞ്ചാമത്തത്, ആരെങ്കിലും നബി കൊണ്ടുവന്ന കാര്യത്തെ വെറുത്താൽ അവൻ ആ കാര്യം പ്രവർത്തിക്കുന്നവനാണെങ്കിലും ശരി അവൻ അവിശ്വാസിയായി. അപ്പോൾ നബി കൊണ്ടുവന്ന ഒരു കാര്യത്തെ വെറുക്കുക. ഇപ്പൊ നബിന്റെ സുന്നത്തുകൾ ഒരാൾ വെറുക്കുകയാണ്, പക്ഷെ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് താടി എനിക്കൊരു ഇതില്ല, വൃത്തിയില്ല, മുഖം കാണുമ്പോൾ തന്നെ എന്തോ ഒരു വയസ്സായ പോലെ അല്ലെ ചില ആളുകൾക്ക് തോന്നാം. പക്ഷെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്താക്കി കൊണ്ടുവന്ന ഒരു കാര്യത്തെ നമ്മൾ എന്താക്കണം? ഇഷ്ടപ്പെടണം, അതനുസരിച്ച് ചെയ്യണം. നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്യുന്നതാണെങ്കിലും പക്ഷെ മനസ്സിൽ അള്ളാഹ് ഇത് വേണ്ടേനും, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല.
അങ്ങനെ ഒരാളെ മനസ്സിൽ ഉണ്ടായാൽ ഇസ്ലാമിൽ ഏതെങ്കിലും സുന്നത്തുകളെയോ നബിയുടെ ചര്യകളെയോ നബിയുടെ നിർദ്ദേശങ്ങളെയോ അവൻ എന്താക്കുകയാണ്, ഒരു വിസമ്മതിക്കുകയാണ്, അല്ലെങ്കിൽ മനസ്സിലൊരു നീരസം പ്രകടിപ്പിച്ചാൽ തന്നെ എന്താകും, അവൻ അമുസ്ലിമാകും. മക്കളെ, ഇനി ആറാമത്തെ പോയിന്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ ദീനിലുള്ള വല്ലതിനെയോ അല്ലെങ്കിൽ പ്രതിഫലത്തെയോ ശിക്ഷയെയോ ആരെങ്കിലും പരിഹസിച്ചാൽ അവൻ അവിശ്വാസിയായി. അപ്പോൾ ദീനിലുള്ള ശിക്ഷ, അതുപോലെ തന്നെ പ്രതിഫലം, അതുപോലെ തന്നെ എന്താണ്, ദീനിലുള്ള മറ്റു വല്ലതിനെയും ആരെങ്കിലും പരിഹസിച്ചു. അപ്പോൾ നിസ്കാരത്തെ, നോമ്പിനെ, ആ നോമ്പ് എന്തിനാ, അള്ളാഹ്ക്ക് എന്തിനാ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി നിൽക്കുന്ന? അള്ളാഹ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അള്ളാഹല്ലേ ഭൂമിയിൽ ഭക്ഷണമൊക്കെ തന്നെ, അള്ളാഹ് നമ്മളോട് തിന്നാൻ പറഞ്ഞല്ലേ. അപ്പൊ നോമ്പൊന്നും എടുക്കണ്ട, നിസ്കരിക്കേണ്ടൊന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ അള്ളാഹു ശിക്ഷിക്കും, സ്വർഗമുണ്ട്, നരകം. ആ നരകം ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ ഇടാൻ പറ്റിയ നരകം അള്ളാഹിന്റെ അടുത്തുണ്ട് എന്നോ അങ്ങനെയൊക്കെ ഒരാൾക്ക് തോന്നിയാൽ എന്താവും, അവൻ ദീനിൽ നിന്ന് പുറത്താകും. അപ്പോൾ അള്ളാഹുവിന്റെ പ്രതിഫലം അള്ളാഹ് പറഞ്ഞതാണെങ്കിൽ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. അതിന് മറു ചിന്തക്ക് ഒരു പ്രാധാന്യമില്ല, നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ദീനിലെ എല്ലാ കാര്യങ്ങളും ദീനാണ്, അള്ളാഹു പറഞ്ഞതാണ്, പ്രവാചകൻ പറഞ്ഞതാണെങ്കിൽ പിന്നെ എന്താക്കാൻ പാടില്ല, നമുക്ക് മനസ്സിൽ ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല, നമ്മളത് സ്വീകരിക്കണം. മക്കളെ, അടുത്തതായി പറയുന്നത്, ഏഴാമതായി പറയുന്നത് സിഹിറാണ്. സിഹിർ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? പിശാചിന്റെ സേവയിലൂടെ നടത്തുന്ന ചില ഗൂഢപ്രവർത്തനങ്ങളാണ് സിഹിർ എന്നുള്ളത്. ആ സിഹിറിനെ ആരെങ്കിലും അംഗീകരിക്കുകയോ അത് ചെയ്യുകയൊക്കെ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്താകും. അപ്പോൾ ഈ ആയത്ത്, അതിന് താഴെയുള്ള ആയത്ത് നിങ്ങൾ വായിച്ചു നോക്കണം. വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ. ആ സൂറത്ത് ബഖറയിലെ ആയത്ത് നിങ്ങൾ വായിച്ചു നോക്കണം, അപ്പോൾ കൂടുതൽ മനസ്സിലാവും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഏഴാമത്തത് സിഹിറാണ്. എട്ടാമത്തത് എന്താണ്? മുസ്ലിങ്ങൾക്കെതിരെ ബഹുദൈവ ആരാധകരെ സഹായിക്കലും അതിനായി അവരോട് സഹകരിക്കലും ഇസ്ലാം ദുർബലപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ ഒരാള് മുസ്ലിങ്ങൾക്കെതിരെ മറ്റുള്ള ആളുകളെ സഹായിച്ചു, അമുസ്ലിങ്ങളെ സഹായിച്ചു, ബഹുദൈവ ആരാധകരെ സഹായിച്ചു, അപ്പോൾ അവൻ എന്താകുന്നു? അമുസ്ലിം ആകുന്നു. അപ്പൊ മുസ്ലിങ്ങളാണ് കൂടുതലായിട്ട് ഒരു മുസ്ലിമിന് അടുപ്പം ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ആത്മബന്ധം ഉണ്ടാകേണ്ടത്, നല്ല സുഹൃത്ത് ബന്ധം ഉണ്ടാകേണ്ടത്, മറ്റുള്ള ആളുകളെ സുഹൃത്തുക്കളാക്കേണ്ടെന്നല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മുസ്ലിങ്ങൾക്കെതിരെ മറ്റുള്ള ആളുകളുടെ കൂട്ടത്തിൽ കൂടിയിട്ട് നമ്മൾ എന്താക്കാൻ പാടില്ല. ഉസ്താദ് ലുക്മാൻ ഉസ്താദ് എന്താക്കുകയാണ്, വേറെ കുറെ അമുസ്ലിങ്ങളായ ആളുകളപ്പുറം കൂടിയിട്ട് ഇവിടെയുള്ള ഇസ്ലാമിന്റെ ആളുകളൊക്കെ തകർക്കാൻ നോക്കി. എന്നിട്ട് ഞാൻ സമൂഹത്തിൽ പറയും, എൻ്റെ പേര് ലുക്കുമാനാണ്, ഞാൻ ഇസ്ലാമിന്റെ ആളാണ്. യഥാർത്ഥത്തിലാണോ? അല്ല. കാരണം എന്താണ്? ഞാൻ ഇവിടെ നിന്ന് മാറി അവിശ്വാസികളപ്പുറം പോയി ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഞാൻ ചിന്തിക്കുമ്പോൾ തന്നെ എന്തായി? ഒരാള് അമുസ്ലിമായി. ഇത് പറയുന്ന കാരണമുണ്ട് മക്കളെ. ഇപ്പോൾ ഒരുപാട് ഫ്രീ തിങ്കേഴ്സ് ഒക്കെ ഉണ്ട്. ദീന് വേണ്ട, മതം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അബ്ദുൽ ജബ്ബാർ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് കേരളത്തിൽ. അവരെന്താക്കും? ദീനിൽ നിന്നൊക്കെ പുറത്തു പോയിട്ട് മറ്റുള്ള മതങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് നമ്മുടെ മതത്തിനെ ചീത്ത പറയും. എന്നിട്ട് അവർ പറയും ഞാനും പണ്ട് മുസ്ലിം ആയിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ പറയണ്ട. അതെന്താണ്? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മക്കളെ, ഇനി 9ാമത്തെ കാര്യമാണ് പറയാൻ പോകുന്നത്. നബിയുടെ ശരീഅത്ത് തനിക്ക് ബാധകമല്ല എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ അവിശ്വാസിയായി. കാരണം അപ്പൊ അള്ളാഹുവിലും നബിയിലും വിശ്വസിക്കൽ നിർബന്ധമാണ്. അള്ളാഹ് പറഞ്ഞത് നബി പറഞ്ഞതും പരിപൂർണമായി അനുസരിക്കൽ നിർബന്ധമാണ്. അള്ളാഹു നബിക്ക് കൊടുത്ത ശരീഅത്തുണ്ട്. ആ ശരീഅത്ത് അനുസരിച്ച് എന്താക്കുകയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാമിന്റെ എല്ലാ നിർദ്ദേശങ്ങളും വരുന്നത്. അത് ആർക്കെങ്കിലും വേണ്ടാന്നോ അല്ലെങ്കിൽ ഇതൊന്നും ശരിയല്ല എന്നല്ല ഒരാൾക്ക് തോന്നിയാൽ അപ്പൊ അതെന്തായി? ഓന് അമുസ്ലിമായി എന്നാണ് പറയുന്നത്. മക്കളെ, ഇനി 10ാമത്തത് നോക്ക്. അള്ളാഹുവിന്റെ മതത്തെ പഠിക്കാതെയും അതനുസരിച്ച് പ്രവർത്തിക്കാതെയും മതത്തോട് വൈമുഖ്യം പുലർത്തുക എന്നിവ ഇസ്ലാം ദുർബലപ്പെടുന്ന കാര്യമാണ്. മക്കളെ, അള്ളാഹുവിന്റെ മതത്തെ പഠിക്കുന്നില്ല, ദീന് പഠിക്കാതെ അള്ളാഹു ആരാണെന്നോ അള്ളാഹുവിനെ പറ്റിയിട്ട് അറിയാത്ത ആളുകൾ. ഇപ്പൊ നിങ്ങൾ നോക്ക്, നമ്മൾ റബ്ബിനെ പറ്റി പഠിക്കുന്നവരാണ്, നമ്മൾ ഇസ്ലാമിനെ പറ്റി അറിയുന്നവരാണ് അല്ലെ. പക്ഷെ എത്രയോ മുസ്ലിങ്ങളുണ്ട്, നമ്മൾ അതേ പ്രായക്കാരായ മുസ്ലിങ്ങളുണ്ട്, ഇസ്ലാമിനെ പറ്റി അറിയാൻ ശ്രമിക്കുന്നില്ല, അള്ളാഹുവിനെ പറ്റി അറിയാൻ ശ്രമിക്കുന്നില്ല. അതുപോലെ തന്നെ അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളോട് അവർ തീരെ വില കൊടുക്കുന്നില്ല. നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കുന്നില്ല, നോമ്പെടുക്കാൻ പറഞ്ഞാൽ നോമ്പെടുക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരെന്താവും?
ഇസ്ലാമിന്റെ ചര്യകളെ നിഷേധിച്ചാൽ, അള്ളാഹുവിന്റെ മതത്തിനെ വില വെക്കാതെ ജീവിച്ചാൽ എന്താവും? അവൻ ക്രമേണ ഇസ്ലാമിനെ പുറത്താകും. മക്കളെ, ഈ 10 കാര്യങ്ങളാണ്, 10 കാര്യങ്ങളല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലെ ഏറ്റവും ശ്രേഷ്ഠമായ 10 കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ 10 കാര്യങ്ങൾ എന്താക്കണം? നമ്മൾ ഓർത്തു വെക്കണം. മക്കളെ, ഇത്രയുമാണ് നമ്മുടെ ഈ പാഠമുള്ളത്. മക്കളെ, ഈ കാണുന്ന നമ്മൾ പഠിച്ച മേലെയുള്ള 10 കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞല്ലേ, ഈ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ മനസ്സിലോ നമ്മുടെ ചിന്തയിലോ വരാൻ പാടില്ല. നമ്മൾ പഠിച്ചു വെക്കുന്നത് എന്താ? അതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാനാണ്, അല്ലേ? അപ്പൊ അത് തമാശക്കാരെങ്കിലും പറഞ്ഞാലോ കാര്യത്ത് പറഞ്ഞാലോ അതുപോലെ തന്നെ പേടിച്ചു പറഞ്ഞാലോ ഒക്കെ അവനെന്താവും? അമുസ്ലിം ആകും. പക്ഷെ ഒരാളെ നിർബന്ധിച്ച് പറഞ്ഞാല് അവനെന്താവൂല? ഒരാളെ കൊല്ലാൻ പോയിട്ട് നീ ഇസ്ലാമിനെ ചീത്ത പറ, നബിനെ ചീത്ത പറ, അള്ളാഹിനെ ചീത്ത പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവനത് ബാധകാവൂല. കാരണം നിർബന്ധ അവസ്ഥയിൽ പറയുന്നതാണ്. അപ്പൊ മക്കളെ, നമ്മൾ കൂടുതലായി മനസ്സിലാക്കണം, ഒരു മുസ്ലിം ആകുക എന്നുള്ളത് എന്താണ്? ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മുടെ അള്ളാഹു നമ്മെ ഇസ്ലാമായി മുസ്ലിമായി ജനിപ്പിക്കുക എന്ന് പറഞ്ഞത് തന്നെ അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ ഔദാര്യമാണ്, ഭാഗ്യമാണ്. മരിക്കുന്നത് വരെ അള്ളാഹുവിന് സ്തുതി ചെയ്താലും സുജൂദ് ചെയ്താലും നമ്മൾ ഇസ്ലാമിലാക്കി മുസ്ലിമായി ജനിപ്പിച്ചു എന്നുള്ളതിന് മാത്രം അതെന്താവൂല? വാല്യബിൾ ആവൂല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്രയോ ആളുകളുണ്ട് ആത്മാർത്ഥമായി ചില ആളുകൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ കാണുമ്പോൾ നമുക്ക് എന്താവുന്നു? അമുസ്ലിമായ ആളുകൾ നല്ല ആത്മാർത്ഥതയോടെ അവരുടെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കും. പക്ഷെ അവരുടെ പ്രാർത്ഥന കേൾക്കുകയോ അതിന് ഉത്തരം നൽകുകയോ അല്ലെ ഒന്നും ചെയ്യുന്നില്ല, കേൾക്കുന്ന പോലും ഇല്ല. അങ്ങനെ ഒരു ദൈവം തന്നെ ഇല്ല, അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല, അല്ലെ? അപ്പോ അവരുടെ വിശ്വാസങ്ങൾ നോക്ക്, അവരെത്ര പ്രയാസപ്പെട്ടിട്ട് എത്ര വിശ്വസിച്ചിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അവർക്കൊരു പ്രതിഫലം കിട്ടുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റബ്ബ് എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താക്കുക? ഇസ്ലാമിനോട് കൂടുതൽ അടുത്ത് മുസ്ലിമായി കൊണ്ട് തന്നെ ജീവിക്കുക. മരിക്കുന്നത് വരെ ഇസ്ലാമിന്റെ കാര്യങ്ങളെ പറ്റി, അള്ളാഹുവിന്റെ ദീനിനെ പറ്റി അറിയാൻ ശ്രമിക്കുക, പഠിക്കുക, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഇത്രയുമാണ് നമ്മുടെ ക്ലാസ്. മക്കളെ, ഇനി ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഉത്തരം എഴുതുക എന്നുള്ളത് നിങ്ങൾ നോക്ക്, അള്ളാഹുവിനിടയിൽ മധ്യവർത്തിയെ സ്വീകരിക്കുന്നതിന്റെ വിധി എന്ത്? അള്ളാഹുവിനിടയിൽ മധ്യവർത്തിയെ സ്വീകരിക്കുന്നതിന്റെ വിധി എന്താണ്? അവൻ അമുസ്ലിം ആകും, അല്ലെ? അള്ളാഹുവിനിടയിൽ മധ്യവർത്തിയെ സ്വീകരിക്കാൻ പാടുണ്ടോ? പാടില്ല എന്നുള്ളതാണ്. അത് 11ാമത്തെ പേജിലും 12ാമത്തെ പേജിലും പറയുന്നുണ്ട്, നിങ്ങൾ എഴുതേണ്ടതാണ്. ഇവിടെ 2ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്, ആരെങ്കിലും അവന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ മധ്യവർത്തികളെ ഉണ്ടാക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും അത് എഴുതേണ്ടതാണ്. നബിചര്യയോട് നാം സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? നബിചര്യയോട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. 13ാമത്തെ പേജിൽ നമുക്ക് കാണാം, നബിയുടെ ചര്യയേക്കാൾ നാം മറ്റുള്ളവരുടെ ചര്യ പൂർണ്ണമാണെന്നും അവിടുത്തെ വിധി പ്രഖ്യാപനത്തെക്കാൾ മറ്റുള്ള വിധി പ്രഖ്യാപനത്തെ അത് എഴുതുക. ദീനിനെ പരിഹസിക്കുന്നവരുടെ വിധി എന്ത്? ദീനിനെ കളിയാക്കുക, പരിഹസിക്കുക ചെയ്യുന്ന ആളുകളുടെ വിധി എന്താണെന്ന് ചോദിക്കുന്നത്. അതിൽ 14ാമത്തെ പേജിൽ ഏറ്റവും മുകളിൽ നമുക്ക് കാണാം, അള്ളാഹുവിന്റെ ദീനിലുള്ള വല്ലതിനെയോ ആരെങ്കിലും പ്രതിഫലത്തെയോ ശിക്ഷയോ പരിഹസിച്ചാൽ, അല്ലെ, അതവൻ എന്താവും? അമുസ്ലിം ദീനിൽ നിന്ന് പുറത്താകുന്നതാണ്, അവന്റെ ഇസ്ലാം മുറിഞ്ഞു പോകുന്നതാണ്. അതുപോലെ തന്നെ 4ാമത്തെ ചോദ്യം, സിഹർ എന്നാൽ എന്ത് എന്നാണ്. നമ്മളിപ്പോൾ പറഞ്ഞത് 3ാമത്തതാണ്. 4ാമത്തെ ചോദ്യം, സിഹർ എന്നാൽ എന്താണ്? അത് നമുക്ക് കാണാം 14ാമത്തെ പേജിൽ നമുക്ക് കാണാം. താഴെ പിശാചിന്റെ സേവയിലൂടെ നടത്തുന്ന ചില ഗൂഢപ്രവർത്തനങ്ങളാണ് സിഹർ എന്ന് പറയുന്നത്, കേട്ടോ. പിന്നുള്ളത് 5ാമത്തതാണ്, തെളിവ് എഴുതാനാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അവൻ പൊറുക്കുകയില്ല. നമ്മൾ പറഞ്ഞ ആദ്യത്തെ ആയത്താണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അല്ലെ? ആ ആയത്തും അതിന്റെ അർത്ഥവും എഴുതുക. അതുപോലെ തന്നെ ഈ പാഠഭാഗങ്ങൾ നിർബന്ധമായി 2 തവണ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ മനസ്സിലായ കാര്യങ്ങൾ 6ാമത്തെ ചോദ്യമായി ഇസ്ലാം ദുർബലപ്പെടുന്ന കാര്യങ്ങളായിട്ട് എന്താക്കണം? എഴുതണം. ഓരോ പോയിന്റ് ആക്കിയിട്ട് അതിന്റെ ഹെഡിങ് കൊടുത്തിട്ട് എന്താക്കണം? അതിനെ എഴുതണം. ഇൻഷാ അല്ലാഹ് ഇത്രയുമാണ് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ളത്. അള്ളാഹു കേട്ടതിലുപരി പഠിക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാമാരിയെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.